ടീച്ചറെ, എന്റെ പേര് സിനിയാണ്ട്. ഞാൻ നമ്മുടെ ഈ വാർഡിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇതായിട്ട് 5ാം വാർഡിൽ മത്സരിക്കുന്നു. കാറാണ് എന്റെ ചിഹ്നം. ഡിസംബർ 9 ഉപരി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ നിന്ന് സിനി ആൻഡോ കാർ അടയാളത്തിൽ മത്സരിക്കുകയാണ്. സിനി ആൻഡോ മത്സരിക്കാനുണ്ടായ ഒരു സാഹചര്യം, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ 5ാം വാർഡ് ഞാൻ കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരിക്കുന്ന ഒരു സിറ്റിംഗ് വാർഡാണ്. KPCCയുടെ സർക്കുലറുണ്ട്, നിലവിലുള്ള സ്റ്റാറ്റസ് കോ തുടരുക എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്. കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചു നിൽക്കുന്ന വാർഡുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ട എന്ന് തന്നെയാണ് ധാരണ. എന്നാൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ വർഷങ്ങളിൽ മത്സരിച്ച 2ാം വാർഡ് ഇത്തവണ വനിതയായിട്ടും അവർക്ക് നിലവിലുള്ള 5ാം വാർഡ് തന്നെ വേണം എന്ന് അവർക്ക് വാശി പിടിക്കുകയും ബഹുമാനപ്പെട്ട മുണ്ടക്കയത്തെ കോൺഗ്രസ് നേതൃത്വം അതിന് അവർക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതിനിടയിൽ തന്നെ നമ്മുടെ ബഹുമാനായ MPയും KPCC ജനറൽ സെക്രട്ടറി PS സലീം ആൾക്കോട് ഞങ്ങളെ സംസാരിക്കുകയും നിലവിൽ വാർഡിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഇതിലൊന്നും വഴങ്ങാതെ ലീഗ് ശക്തമായ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം ഇവിടെ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായത്. ചെളിക്കുഴിയിൽ നിന്ന് താമസിക്കുന്ന നസീമ ഹാരിസാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. നമുക്കറിയാം, വാർഡ് തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായിട്ടും ആ വാർഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മത്സരിക്കുന്നതാണ് എപ്പോഴും വിജയസാധ്യത കൂടുതൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നിർത്തിയിരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി സിനി ആൻഡോ ഈ വാർഡിലെ സുപരിതയാണ്. നമുക്കറിയാം, കുടുംബശ്രീ ആണെങ്കിലും അയൽക്കൂട്ടങ്ങളാണെങ്കിലും തുടർ പദ്ധതി പ്രകാരമൊക്കെ ആണെങ്കിലും നടക്കുന്ന പരിപാടികളെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഈ വാർഡിലെ തന്നെ ഒരു വോട്ടറായ ആളെയാണ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എപ്പോഴും വാർഡുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ആ വാർഡിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാൾ മത്സരിക്കുന്നതാണ് എപ്പോഴും വിജയസാധ്യത കൂടുന്നത്. ഇത് നമ്മൾ നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും അതിനൊന്നും വഴങ്ങാതെയാണ് ഇവർ ഘടകകക്ഷി എന്ന ലീഗിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ സീറ്റ് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.